നോറ നേരെ ഗ്രാൻഡ് ഫിനാലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. ഒന്നാം സ്ഥാനത്ത് ഒരുപാട് പോയിന്റുകളൊക്കെ വാങ്ങിയിട്ട് ഇനി ഇവര് ഇവിടെ നിന്ന് കപ്പടിച്ചു എന്ന് കൂട്ടുക, ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായി എന്ന് കൂട്ടുക. നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാവും അത്. കാരണം അവർ അത്ര നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഗെയിമിൽ മാത്രമാണ്, മറ്റുള്ള സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല, വിദ്വേഷങ്ങളെ കുറിച്ചിട്ടും ഞാൻ പറയുന്നില്ല, വൃത്തികേടുകൾ പറഞ്ഞതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അവർ ഗെയിം വിൻ ചെയ്തു എന്ന് കൂട്ടുക. ഈ സമയത്ത് ആദ്യം പറയാൻ സാധ്യതയുള്ള ഒരു വാക്കുണ്ട്, ഇത് ഞങ്ങളുടെ LGTVയുടെ വിജയമാണ് എന്നുള്ളത്. അപ്പോ പാവങ്ങളായിട്ടുള്ള കോമണേഴ്സ് ആയിട്ടുള്ള കുറെ വീട്ടമ്മമാരും കുറെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു സംഭവത്തിന് സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ. സ്വന്തം മക്കൾ അങ്ങനെ LGTVയുടെ ആളുകളാവല്ലേ എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കള്, രക്ഷിതാക്കള്, ഇവര് നെഞ്ചത്തൊരടി, എന്റെ പൊന്നു മക്കളെ നമ്മൾ വോട്ട് ചെയ്തൊക്കെ വെറുതായല്ലോ എന്നുള്ളത്. ഞാൻ കാര്യമായിട്ട് പറയാ, ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയാൻ സാധ്യതയുള്ള വേർഡ് അത് തന്നെയാണ്, ഇത് LGTVയുടെ വിജയമാണ് എന്നുള്ളത്. ഇതൊക്കെ തന്നെയാണ് ബിഗ് ലൂസിലൂടെ ലാലേട്ടനൊക്കെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കിന്ന് കുറച്ച് LGTV വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും കാണണം. നിങ്ങളാണിത് കാണേണ്ടത്, കാണണം. ലക്ഷ്മി പറയുമ്പോ എന്നെ ഇവളെയല്ല, ഒരു കൂട്ടം ആൾക്കാരെയാ പറയുന്നത്. ലക്ഷ്മി പറഞ്ഞ വിഷയം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലക്ഷ്മി പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് നിർത്താനുള്ള സാധനമൊന്നല്ല. ലക്ഷ്മി പറഞ്ഞത് എന്നെ ഇവളെ മാത്രമല്ല, ഒരു കൂട്ടം ആളുകളെയാണ്. ആ ഒരു കൂട്ടം ആളുകളെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരുടെ കൂടെ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോ അയ്യോ ശിഖണ്ഡികള് രമേശ, ഞാൻ പണി ഉറങ്ങട്ടാ. അരഹര മഹാരാജ്. എങ്ങനെയുണ്ട്? ലാലേട്ട പറഞ്ഞ കറക്റ്റ് അല്ലേ? ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ നിങ്ങള്? അങ്ങ് ചെന്നൈയിലോട്ടും അല്ലെങ്കിൽ വല്ല ബാംഗ്ലൂരിലോട്ടൊക്കെ യാത്ര ചെയ്യുന്ന, മംഗലാപുരത്തൊക്കെ യാത്ര ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു ടീമുണ്ട്. അവരാണ് ഇങ്ങനെ എന്ന് കൈയടിക്കുന്ന ശബ്ദം കേൾക്കാം. ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും പൊക്കും, അല്ലെങ്കിൽ കടിക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ഞാൻ ഒരിക്കൽ ഓടി രക്ഷപ്പെട്ടതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതാണ്, അങ്ങനെയാണത്. അപ്പോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ ട്രെയിൻ ടിക്കറ്റ് എടുക്കാതെ വരെ കയറി കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എവിടെ? ഇപ്പൊ അടുത്തും കൊണ്ട് വീണ്ടും ഞാൻ ട്രെയിനിൽ നിന്ന് കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അതിൽ പറഞ്ഞത് കേട്ടില്ലേ, ഞങ്ങൾ കളിയാക്കുമ്പോ ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന LGTVയിലുള്ള ആളുകളെയൊക്കെ ആണ് കളിയാക്കുന്നത് എന്നുള്ളതാണ്. അടുത്തത് ഇത് നമ്മൾ ഇവിടെ മിണ്ടാണ്ടിരുന്ന ആ ആൾക്കാർക്ക് ഒന്നും ഇല്ലാത്ത ടൈപ്പ്. സത്യസന്ധമായ കാര്യം പറഞ്ഞത്. നമ്മളിവിടെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആ ആളുകൾക്ക്, ഏതാളുകൾക്ക്? ഈ ആളുകൾക്ക്. നേതാക്കളുമായി SP ഓഫീസിൽ ചർച്ച നടക്കുന്നതിനിടെ പുറത്ത് മറ്റു ചില അതിക്രമങ്ങൾ അരങ്ങേറി. ഉപരോധത്തിനിടയിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച ബൈക്ക് യാത്രികനെ വലിയ കല്ലുകൊണ്ട് ആക്രമിക്കാൻ സമരക്കാരിൽ ചിലർ ശ്രമിച്ചു. ഇത് പോലീസ് തടഞ്ഞു. അതോടെ സംഘർഷമായി. സോറി, ഗൗരവമായിട്ടുള്ള കാര്യം പ്രവചിച്ചിരിക്കരുത്. രാത്രി കാലങ്ങളിൽ ഇവർക്ക് സെക്സ് വർക്ക് റോഡുകളിൽ ചെയ്യണം. റോഡുകളിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അത് ചെയ്യാൻ പോലീസുകാരെ സമ്മതിക്കുന്നില്ല. പോലീസ് നിയമപാലകരാണല്ലോ. അവര് രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് ഇവര് പല മുക്കലും മൂലയിൽ ഇരുന്നിട്ട് ആളുകളെ എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ അവിടെയുള്ള സ്ത്രീകൾക്ക് പോലും രാത്രി കാലം നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അതായത് കാണുന്ന ആളുകൾ വിചാരിക്കും അതാണെന്നുള്ളത്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് സ്ത്രീകളെ പോലും ആളുകൾ അത് ചെയ്യാൻ തുടങ്ങിയപ്പോ, ഉപദ്രവിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയപ്പോ പോലീസുകാർ രംഗത്തെത്തി. പോലീസുകാരെ അടിച്ചങ്ങ് ഓടിച്ചു. ഇവരുടെ ഈ ഒരു തൊഴിലിനെ ന്യായീകരിക്കുന്ന ഒരു കൂട്ടം ഈ LGTVയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. അവർക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ടല്ലേ, അതുകൊണ്ടല്ലേ അവർ ഈ പരിപാടി ചെയ്യുന്നത്. ഈ കുൽസിത കൽസിതങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് വേറെ ജോലിയില്ല, അതുകൊണ്ടാണ് മക്കള് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോ ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ കിട്ടിയ അവസരം ബിഗ് ലൂസിലാണ്. പിന്നെ അത് പറയാതിരിക്കാൻ പറ്റും. എന്ത് ഊള പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്? നമുക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം ആയിക്കാം. അപ്പൊ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് വോയിസ് ഔട്ട് ചെയ്യണം. നമ്മളിവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ വന്നതല്ല. നമ്മളാ ബഹുവചനം ഷാനവാസ് ഖാനോടാ പറയുന്നത്. നമ്മളിത് സംസാരിക്കാൻ വേണ്ടി വന്നതാ. നമ്മൾ വോയിസ് ഔട്ട് ചെയ്യണം, നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കണം എന്നാ പറയുന്നത്. കൊട്ടാരക്കരയിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് പാളി നോക്കിയാല? നോക്കാം. എന്ത് മാന്യമായ ഒരു സമര രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? കൈയൊക്കെ കൊട്ടിയിട്ട്. ഈ കൈ കൊട്ട് കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാണ് കേട്ടോ. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ശബ്ദം കേട്ടാ അപ്പ പേടിച്ച് ബാത്റൂമിലേക്ക് ഓടും. അനുഭവങ്ങളാണ് ഗുരുക്കളെ, അതുകൊണ്ട് തന്നെ. ഓക്കെ, വളരെ മാന്യമായ രീതിയിൽ സമരം ചെയ്യുന്ന ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവർ രാത്രി കാലങ്ങളിൽ അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അവര് ശക്തമായിട്ട് തന്നെ അവർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർക്ക് പേരിൽ FIR ഒക്കെ ഇട്ടത്രേ. അപ്പൊ ആ FIR പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ആ ഒരു സമരം ചെയ്തത്. ഒരുപാട് പോലീസുകാരെ ഇടിച്ച് പപ്പടവടയാക്കിയിട്ട് അങ്ങ് ആശുപത്രിയിലേക്ക് ആക്കിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു അന്ന്. അതൊന്നും കൂടാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കുറെ LGTVകൾ വന്ന് ഇതിന്റെ അടിയിൽ നിന്ന് കമന്റ് ഇടും. ഇൻസ്റ്റാഗ്രാമിലാട്ടോ കൂടുതൽ കമന്റ് ഇടാൻ വരിക. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട്
അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ കുറെ LGTV കളുണ്ട്. എനിക്കൊന്നും പറയാനുള്ളൂ, മാന്യമായ ഒരുപാട് ജോലികളുണ്ട്, നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അല്ലാതെ ഈ ജോലി തന്നെയാണ് ഞങ്ങളുടേത് എന്ന് ചിന്തിക്കുന്നതല്ല. അത് തെറ്റാണ്, അത് ഊളത്തരാണ്. 2000-ഓളം ആളുകൾ ഞങ്ങൾക്ക് കൊട്ടാരക്കര, കൊല്ലം ജില്ലയിലൊക്കെ ഉണ്ടെന്നൊക്കെ അന്ന് അവിടുന്ന് ഇവർ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഇവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും ബിഗ് ബോസിലൊക്കെ ആളായില്ലോടൂ നിങ്ങളെ കൊണ്ട് സംസാരിക്കാം. എന്തായാലും മാന്യമായ രീതിയിലുള്ള ആ ഒരു സമര രീതി ഒന്നുകൂടി കണ്ടാട്ടെ. ഓ, ഈ വീഡിയോന്റെ ഇടയിൽ വേറൊരു സാധനം ഉണ്ടായിരുന്നു, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ, കട്ട് ചെയ്ത് കളഞ്ഞതാ. അതായത് വളരെ മാന്യമായി വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു LGTV ചേച്ചി, അതായത് അവര് ഒരു ബ്ലാക്ക് മാക്സിയാണ് ഇട്ടിരുന്നത്, മാക്സിയ ചുരിദാർ, അത് തേങ്ങയാണവ. അവരങ്ങ് പൊക്കിയതിന്റെ ശേഷം എന്തൊന്ന് പൊക്കി കാണിച്ചു. ഞാനിത് കുട്ടികളൊക്കെ കാണുന്നൊരു പരിപാടി ആയതുകൊണ്ട് അത് കാണിക്കാത്തത്. രക്ഷിതാക്കളെ, നിങ്ങളോട് പ്രത്യേകം ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മക്കളൊക്കെ LGTV ആയാലുള്ള അവസ്ഥയെ കുറിച്ചിട്ടാണ് നിങ്ങൾ കാണണം, ചിന്തിക്കണം. എന്തൊക്കെ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അവർക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. പോലീസുകാരുടെ നെഞ്ചത്ത് കയറുക, നഗ്നതാ പ്രദർശനങ്ങൾ കാണിക്കുക, രാത്രി കാലങ്ങളിൽ പലയിടങ്ങളിൽ ഇറങ്ങി നടന്നിട്ട് ആ നാട്ടിലുള്ള സ്ത്രീകൾക്ക് പോലും രാത്രി നടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അവസ്ഥകളിലേക്ക് മാറുക. അതാണ് അത്ര മാന്യമായ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഒരു പക്ഷേ നമ്മളൊക്കെ വെസ്റ്റേൺ കൺട്രിയിൽ നിന്നാണല്ലോ പലതും എടുക്കുന്നത്, അഡാപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനം തന്നെയാണ് ഈ LGTV പരിപാടികളൊക്കെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ കൊട്ടാരക്കരയിൽ നടന്ന ഈ ഒരു സാധനം പോലും പ്രചോദനം ഉൾക്കൊണ്ട ഒരു സംഭവം ഉണ്ട്. ഇത് അങ്ങ് ജർമ്മനിയിലോ അങ്ങ് ദുഗാണ്ടയിലോ ആണ് കാണാം. ഞങ്ങൾ നോർമലാണ്, ഞങ്ങൾ നോർമലൈസ് ചെയ്യണം. ഇനിയെങ്കിലും ലാലേട്ടാ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തിരിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ നാണക്കേണ്ടോണ്ട് അഞ്ച് കളിയാവും. ഞാൻ വീട്ടിൽ കയറ്റും, നിങ്ങൾ ആരും കയറ്റിയില്ലെങ്കിൽ എന്നുള്ളത്. കൊള്ളാം ലാലേട്ടാ, കൊള്ളാം. ലാലേട്ടൻ ആ വാക്ക് പറഞ്ഞതോട് കൂടിയിട്ട് LGTVയുടെ സംസ്ഥാന സമ്മേളനം വരെ നടന്ന് ലാലേട്ടൻ നമ്മളെ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്, എന്റെ പൊന്നു ലാലേട്ടാ, എന്റെ പൊന്നെ, വേറൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ ഏതൊരു മാതാപിതാവും പറയാൻ ആഗ്രഹിക്കുന്ന വാക്ക് നമ്മുടെ ജാസി കുറ്റിപ്പുറം പറയുന്നുണ്ട്, കേക്കാം. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മക്കള് നാളെ ഒരു ട്രാൻസ്ഫോമറിനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഇല്ല. എനിക്ക് ഒന്ന് ഇപ്പൊ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ ജാസ്തി പെണ്ണാണ്, നിങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾ കുട്ടിയെ നമ്മൾ ട്രാൻസ്ഫർ കെട്ടിച്ചെടുക്കും. ഇല്ല, ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്റെ പൊന്നുമക്കളെ, ഇങ്ങനെ പച്ചക്ക് പറയാൻ കുറച്ച് ധൈര്യമൊക്കെ വേണം കേട്ടോ. അത് LGTVയുടെ കൊടയും പിടിച്ച് നടക്കുന്ന ആളുകൾ തന്നെ പറയുന്നേ. എന്നിട്ടും ആദില പറയാണ്, ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, ഇവർക്ക് വേണ്ടിയിട്ടാണെന്ന്. പൊന്നാദില, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വല്ലത് അറിയുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ സമ്മേളനം കൂടുന്ന സമയത്ത് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാവും ഇത് പറയുന്നുണ്ടാവുക. അതൊക്കെ കഴിഞ്ഞങ്ങ് പുറത്ത് ഇതുകൂടി നിങ്ങളൊന്ന് കാണണം. വിദ്യാഭ്യാസം ഉള്ളവരും സാമ്പത്തികമുള്ളവർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതില്ലാത്ത LGTVകളുടെ അവസ്ഥ പരിതാപകരമാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് എന്തെങ്കിലും സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വല്ല അച്ചാറ് കമ്പനിയോ അല്ലെങ്കിൽ ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞോളൂ കേട്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു തൊഴിലുറപ്പ് സംഭവം ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൂടെ? അല്ലാതെ ഈ പരിപാടി, അത് ഏതൊരു ട്രാൻസ് വുമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്താലാണ് ജീവിക്കാൻ നല്ല സുഖം, നല്ല പൈസ ഉണ്ടാവും, വലിയ മേലനങ്ങാനൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. ഇത് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, ഇനി നൂറ് സിമ്പതി പിടിച്ചുകൊണ്ടിരുന്ന കുറച്ച് ക്ലിപ്സുകൾ കൊണ്ട് അതുകൂടി നിങ്ങളത് കാണണം കേട്ടോ. നൂറ് എന്തായാലും ടോപ്പ് എത്തി നിൽക്കല്ലേ. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു ഫാമിലി റൗണ്ടിൽ എൻ്റെ പാരൻസിൻ്റെയും മാതിലൻ്റെയും പാരൻസ് വരും എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് ഇമോഷണലായി. ഇമോഷണൽ. എന്റെ ഇടത് നെഞ്ചങ്ങ് കലങ്ങി, കിഡ്നി വരെ പോയി എന്നാ പറയുന്നത്. എന്തായാലും ആ നാടകം നമുക്കൊന്ന് പൊളിക്കാം. ആര് വരണോ ആഗ്രഹിച്ചത്? ഇവരോ? ഉമ്മയെ കാണാതെ വിഷമം തോന്നാറില്ലേ താത്ത ആനക്ക്? ഉമ്മയെ കാണുന്നതോ? ഉമ്മയെ കാണാതെ വിഷമം തോന്നുന്നില്ലേ? ഇല്ല, വിഷമം തോന്നില്ല. പിന്നെ 10 മാസം ആ കൊട്ടയിലിട്ട് അല്ല വയറ്റിലിട്ട് ചുമന്നിട്ട് രണ്ടാമത് തോന്നില്ല. മുബഷിർ രാവിലെ വന്നേക്കാണ് ഓരോ കൊനിഷ്ഠ ചോദ്യമായിട്ട്.
കേട്ടില്ലേ? ആ ഉമ്മയെ കാണാന് ബിഗ് ബോസിന്റെ പുറത്തുള്ളപ്പോ തന്നെ താല്പര്യമില്ല. പിന്നെ ബിഗ് ബോസിന്റെ അകത്ത് ചെന്നാൽ ഇത് കുറെ താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ അതൊന്നുമല്ലോ രസം. ഈ പറയുന്ന ആദിലയ്ക്കും അതാണ് ആഗ്രഹം എന്നല്ലേ പറഞ്ഞത്? ആദില പറഞ്ഞ ഈ വാക്കും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഒരു മകളോടും ഒരച്ഛനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പുള്ളി ചെയ്തിട്ടുണ്ട്. സംസാരിക്കാൻ വാക്കുകളാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ബുദ്ധിമുട്ടുള്ള കാര്യം. ഓക്കെ. ആരിഫ് ഹുസൈന് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, റേപ്പ് ചെയ്യാൻ നോക്കി മകളെ എന്നൊക്കെ ഒരു സാധനം. എനിക്കത് എത്രത്തോളം ശരിയാണോ എന്നൊന്നും അറിയില്ല. കാരണം ഇവർ പറഞ്ഞ പല വാക്കുകൾ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇന്റർവ്യൂകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് എടുത്തു പറയുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ കാണാൻ കൊതിച്ചു പോയി എത്രേ. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് അവര് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ഒരു പേപ്പറും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ആദിലയും നൂറയും. അതിന്റെ ഇടയിൽ ആദില പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഈ ലോകം മുഴുവൻ നിന്റെ കാലിനടിക്ക് വന്നിട്ടുണ്ട് കിടക്കുന്നുള്ളത്. കിടക്കും, ശരിയാണ്. അവിടെ എങ്ങാനും LGTVയുടെ വാക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തന്നെ കഥ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവർ കപ്പടിച്ചാലും അടിച്ചില്ലെങ്കിലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ അവിടെ LGTVയെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുമ്പോൾ കോമൺ ആയിട്ട് ചിന്തിക്കുന്ന നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരെ കൊഞ്ഞലം കുത്തുന്നതിന് തുല്യമാണെന്നുള്ളതാണ്. ഈ പലപ്പോഴായിട്ട് അതിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതായത് അവരെ ഇഷ്ടപ്പെടാത്ത, അവരെ എതിർക്കുന്ന ആളുകൾ വിഡ്ഢികളാണ്, നമ്മൾ പൊട്ടന്മാരാണ്, ഇവരാണ് എല്ലാം തികഞ്ഞവര് എന്നുള്ളത്. ഇവര് എന്ന് പറയുന്ന ആളുകളിലെ കുറച്ച് ആളുകളെ ഞാൻ കാണിച്ചു തന്നില്ലേ? ഇനി സംശയമുള്ള ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി 11:30 ശേഷം ഏത് ടൗണിലാണെന്നുണ്ടെങ്കിലും ഒന്ന് ഇറങ്ങി നോക്ക്, അപ്പൊ അറിയാം. അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ സന്ദീപ് സൈനിങ്.